ഇസ്രായേൽ ആദ്യം ആക്രമിക്കുന്നു. അത് അമേരിക്ക അറിയാതെയാണല്ലോ, അങ്ങനെ നമ്മൾ വിശ്വസിക്കണം. അമേരിക്ക അറിയാതെ ഇസ്രായേൽ ആക്രമിക്കുന്നു. അപ്പോൾ തിരിച്ചടി എവിടെ നിന്നുണ്ടാവും? തിരിച്ചടി അവിടുത്തെ അമേരിക്കൻ ബേസിലേക്ക് ഉണ്ടാവും എന്ന് കരുതിക്കൊണ്ട് വളരെ പൊടുന്നനെ ഞങ്ങൾ ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്ക് ഇറാൻ്റെ മേൽ നടത്തി എന്നാണ് പറയുന്നത്. അതൊരു ലോജിക്കില്ലാത്ത വിശദീകരണമാണെങ്കിലും അതിൽ നിന്ന് ചില ലൈറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ആക്രമണം, ഈ ഫെബ്രുവരിയിലെ ഈ ആക്രമണം 2025 പ്ലാൻ ചെയ്തതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു കാരണം പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ നോക്കുക, ഇറാൻ്റെ പരമോന്നത നേതാവിനെ ഫസ്റ്റ് ഡേ തന്നെ വധിച്ചു. അതൊരു ഒരു സൈനിക ഓപ്പറേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിക്ടറിയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് കഴിഞ്ഞു. അവിടുത്തെ ആയത്തുള്ള ഖുമൈനിയെ തന്നെ വധിച്ചു, അവിടുത്തെ IRGCയുടെ കമാൻഡർമാരെ വധിച്ചു, ആയത്തുള്ള ഖാംനെയെ വധിച്ചു, കമാൻഡർമാരെ വധിച്ചു. അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു ആദ്യ ദിവസം തന്നെ. ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ്? ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലാഷാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ഒരു മിലിറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ബാലിസ്റ്റിക് മിസൈൽസാണ് അവരുടെ അതിൻ്റെ സ്റ്റോക്ക് പൈലാണ് അവരുടെ പ്രധാനപ്പെട്ട ശക്തി. ആ ശക്തി എന്ന് പറയുമ്പോൾ അവരുടെ എയർഫോഴ്സ് വളരെ വീക്കാണ്. എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫൈറ്റർ ജെറ്റ്സ് എന്ന് പറഞ്ഞാൽ പഴയ സോവിയറ്റ് കാലത്തെ സുഖോയ് വിമാനങ്ങളിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഖത്തർ ഒരെണ്ണം വെടിവെച്ചിട്ട് പോകുന്നത്. അവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഈ മിസൈലുകൾ മാത്രമാണ്. ആ മിസൈൽ എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചൊരു ദിവസം ഒരു 100 മിസൈൽ വെച്ച് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അത് ചിലവ് കുറഞ്ഞതാണ്. പിന്നെ ഡ്രോണുകളാണ്. ഇത് രണ്ടും ചിലവ് കുറഞ്ഞ മാർഗ്ഗങ്ങളാണ്. അവർക്ക് അധികം പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ പ്രധാനമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന മിസൈലുകളിലും ഡ്രോണുകളിലുമാണ്. ഇതിങ്ങനെ ആയിരിക്കും തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് ഡേ ബോംബർ വിമാനങ്ങൾ വന്ന് ആയത്തുള്ള ഖാംനെ ഇരിക്കുന്ന വീട്ടിൽ ബോംബിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഇവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം എന്താണ്? അത് അതിലും എന്താണ് വല പോലെ ചിതറിയൊരു സാധനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 12 ഡേയ്സ് വാർ 2025 ജൂണിൽ നടന്ന 12 ദിവസ യുദ്ധം, ആ യുദ്ധത്തിൽ അമേരിക്കയുടെ ഫൈറ്റർ ബോംബുകൾ വന്ന് ഈ നാറ്റാൻസ് ഉൾപ്പെടെയുള്ള ആണവ റിയാക്ടറുകൾ ബോംബിട്ടു എന്നാണ് മാത്രം നമ്മൾ മനസ്സിലാക്കിയതും വാർത്തകളായതും. യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം ഈ ആണവ കേന്ദ്രങ്ങളെ ആയിരുന്നില്ല, പകരം ഇവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാതാക്കുക എന്നുള്ളത്. അതിന് മാരകമായ പ്രഹരം 2025 തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഒരു തുറന്ന ആകാശമായി കിടക്കുകയാണ് ഇറാൻ. ആർക്ക് വേണമെങ്കിലും വന്ന് ബോംബിട്ടിട്ട് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഖാംനെയുടെ വീടിന് പോലും സുരക്ഷയില്ലാത്ത വിധം അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം മുഴുവൻ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 2025 അത് കഴിഞ്ഞ് 12 ദിവസം കഴിഞ്ഞ് അവർ പിൻവാങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ടോക്കൺ വാറാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ വീണ്ടും മാസങ്ങൾക്കുള്ളിൽ ഫെബ്രുവരിയിൽ വന്നിട്ട് ഖാംനെയെ കൊന്നിട്ട് പോകുന്നു. അതിനർത്ഥം ഇത് നേരത്തെ പ്രീ പ്ലാൻഡാണ്. ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് കഴിഞ്ഞ വർഷം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനായിരുന്നു ചർച്ച എന്നുള്ളൊരു ചോദ്യമാണ്. അമേരിക്കയെ സംബന്ധിച്ച് ചർച്ച എനിക്ക് തോന്നുന്നൊരു ഒന്ന് ഈ ആക്രമണത്തിനൊരു ടൈം കിട്ടുക എന്നുള്ളതാണ്. ഇവർക്ക് പ്രിപ്പയർ ആവാനുള്ള ടൈം. പ്രധാനമായും ഇപ്പോൾ USS എബ്രഹാം ലിങ്കണൊക്കെ അവിടെ വന്ന് കിടക്കണം, മറ്റ് സോട്ടീസ് നടക്കണം, ഷിപ്പുകളുടെ സോട്ടീസ് നടക്കണം, ആവശ്യമായ സ്റ്റോക്ക് പൈൽ വേണം, ഇവർക്കുള്ള ആയുധങ്ങൾ വേണം. ഇതിനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ചർച്ചയുടെ ലക്ഷ്യം തന്നെ.